ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഇതിന് മുന്നേ ഒരു മദർ ബാഗ് ചെയ്തു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതാണ് നമ്മൾ ചെയ്ത മദർ ബാഗ്. ഇതിൻ്റെ ഈ നീളം നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്, ഈ ഒരു സൈഡും കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് സെൻറ്റർ വശത്താണ് സിബ്. പക്ഷെ ഇതിലൊരു പ്രോബ്ലം ഉണ്ട്. ഇത് നമ്മൾ ഓപ്പൺ ആക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് എന്തെങ്കിലും സാധനങ്ങൾ വെക്കണമെങ്കിൽ ചെറിയൊരു ബുദ്ധിമുട്ടായി തോന്നും. ഒന്നുകൂടെ വൈഡായിട്ട് നിൽക്കണം. അപ്പോൾ അതിന് നമ്മൾ ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇതിൻ്റെ മേലെ ഓപ്പൺ ആക്കുന്നത് ഇതുപോലെ ഒരു സിബ് കൊടുക്കാനാണ്. നമ്മൾ ട്രാവൽ ബാഗിനൊക്കെ കൊടുത്തിരുന്ന പഴയ അതുപോലെ ഒന്നുകൂടെ ഫ്ലാപ്പ് പോലെ രൂപത്തിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ആ രൂപത്തിൽ ചെയ്യാം, വിവിധ മോഡലിൽ ചെയ്യാം. നമുക്കൊന്നുകൂടെ ഭംഗി ഉണ്ടാവുക അങ്ങനെ രൂപത്തിൽ ചെയ്യുമ്പോഴാണ്. പിന്നെ നമ്മളിതിന് മാറ്റം വരുത്തുന്നത്, ഇതിൻ്റെ ഹൈറ്റ് ഒരു ഇച്ചിരി 1 ഇഞ്ച് കമ്മിയാക്കുന്നുണ്ട്. പക്ഷെ അതിന് പകരം ഇത്തിരി വീതി നമ്മൾ കൂട്ടിയിട്ടാണ് ചെയ്യണത്. ഇതിൻ്റെ വേറൊരു കളറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സൈഡിൽ നമ്മളൊരു വാട്ടർ ബോട്ടിലുകളൊക്കെ വെക്കാനുള്ള ചെറിയൊരു പോക്കറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് 2 സൈഡിലും. അപ്പോൾ ഏതായാലും നമ്മൾ അത് ആ മോഡൽ ചെയ്യാണ്. അതെങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്കും കാണാം. അപ്പം അതിനുവേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് ഈ ഒരു കളറാണ്. ഇതിൽ ബ്ലൂ ഷെയ്ഡ് കുറച്ച് ഇച്ചിരി കൂടുതലാണ്, പിങ്ക് കളറും ഉണ്ട്. നമ്മൾ മുന്നേ ചെയ്തത് ഈ ഒരു കളറാണ്. ഇതിൻ്റെ കളർ ചേഞ്ചാണ്. ഇതിൻ്റെ വിവിധ കളറുകൾ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മളധികം സാമ്പിൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കൺഫേം ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ പ്രൊഡക്ഷൻ എന്നുള്ള നിലയ്ക്ക് ഇത് ചെയ്തു തുടങ്ങുക. ഇതാണ് നമ്മളെ സൈഡിൽ വരുന്നത്. ഇതിൻ്റെ സൈഡിൽ നമ്മളൊരു വാട്ടർ ബോട്ടിൽ വെക്കാനുള്ള ഒരു സൗകര്യം, ഒരു അലാസ്റ്റിക്കുള്ള ഒരു പോക്കറ്റ് കൊടുക്കുന്നുണ്ട്. നമ്മൾ സ്കൂൾ ബാഗുകൾക്കൊക്കെ സൈഡിലുണ്ടാവുമല്ലോ, അതുപോലത്തെ 2 സൈഡിലും 2 സൈഡിലും കൊടുക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇതാണ് നമ്മളെ സൈഡിൽ വരുന്ന പോക്കറ്റുകൾ. മദർ ബാഗ് ആകുമ്പോഴേ ഇങ്ങനത്തെ സൈഡ് പോക്കറ്റ് നിർബന്ധമായിട്ട് വരും. കാരണം പെട്ടെന്ന് നമുക്ക് എടുക്കാവുന്ന രൂപത്തിലുള്ള കുറേ ഡ്രസ്സുകളൊക്കെ, കുഞ്ഞു മക്കളുടെ ഡ്രസ്സ്, അതുപോലെ വെള്ളത്തിൻ്റെ ബോട്ടിലുകൾ, അങ്ങനെ പലതും നമുക്ക് ഇടേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മളൊരു മോഡൽ ചെയ്യുമ്പോൾ മാക്സിമം ഉപകാരപ്രദമാവുന്ന രൂപത്തിൽ ചെയ്യണമല്ലോ. നമ്മൾ മോഡൽ മാത്രം ചെയ്താൽ പോരാ, അത് ആളുകൾക്ക് ഉപകരിക്കുന്ന രൂപം കൂടെ നമ്മളതിൽ കാണണം. അങ്ങനെ നമ്മുടെ 2 പോക്കറ്റ് ആയിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെ നമ്മളെ ഷോൾഡറിൻ്റെ വർക്ക് കഴിഞ്ഞു. ഇങ്ങനെ നമ്മൾ സൈഡിലെ പോക്കറ്റ് ഇതിമേ ആഡ് ചെയ്തു. ഇത് രണ്ടിലും ഇതിൻ്റെ സൈഡിൽ ഒരു വയറ് കോട്ട് ചെയ്യാണ്. ഇനി നമ്മളൊരു ബ്ലൂ കളർ വയർ എടുത്തിരിക്കണേ. കാണാൻ രസമുണ്ടാവും. ഇത് നമ്മളെ സാമ്പിൾ പീസ് തന്നെയാണ്. ഇത് നമ്മൾ ബാഗ്സ് ആൻഡ് ക്രാഫ്റ്റ് എന്നുള്ള ആ ടാഗ് ഇതിമേ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ സൈഡിലെ ബോർഡർ. ഇത് നമ്മളൊരു ബ്ലൂ കളർ വയറാണ്, സ്ട്രാപ്പാണ് കോട്ട് ചെയ്തിരിക്കണേ. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഭംഗി ഒറ്റയ്ക്കല്ല, ക്വാളിറ്റി നമുക്ക് കിട്ടും. നമ്മൾ ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് നമ്മൾ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുത്താണ്. ഇനി ഈ ഭാഗത്ത് സിബ് ഓപ്പൺ ആക്കും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ സിബ് അടിക്കുക.
അങ്ങനെ ഇതാണ് നമ്മളുടെ ആ ഒരു ഫ്ലാപ്പ്. ഇനി ഇതൊന്ന് നമ്മൾ റണ്ണർ ഇട്ട് കഴിഞ്ഞാൽ ആ ഫ്ലാപ്പിൻ്റെ വർക്ക് കഴിഞ്ഞു. നമ്മൾ പ്രൊഡക്ഷൻക്ക് വരുമ്പോൾ ഇതിനൊക്കെ യൂസ് ചെയ്യുക വാട്ടർ പ്രൂഫായ ലൈനിങ്ങുകളാണ്. അതാകുമ്പോൾ ഇച്ചിരി വെള്ളമോ ചെറിയ നനവുള്ള സാധനങ്ങളൊന്നും ഇട്ട് കഴിഞ്ഞാൽ വാസനിക്കില്ല. കോട്ടൻ്റെ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വാസനിക്കും. പിന്നെ ഇത് നൈലോൺ തന്നെയാണ് കൊടുക്കുക. ഈ നമ്മൾ ഈ കൊടക്ക കൊടുക്കുന്ന ഒരു തുണിയുണ്ട്, ഒരു ലൈനിങ് പോലത്തെ കട്ടി കുറഞ്ഞ അംബർല ക്ലോത്ത് തന്നെയാണ് അതിന് പറയൽ. ആ ക്ലോത്താണ് നമ്മളിതിന് ഉള്ളിലകത്തിട്ട് കൊടുക്കുക. അതുപോലത്തെ തുണികൾ കൊടുത്താലേ നമുക്ക് നനവ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതാണ്. ഇനി നമ്മളിത് ജോയിൻ്റ് ചെയ്യാണ്. ഇതിൻ്റെ അടിപ്പാർട്സ് ഇതിന്മേൽ ജോയിൻ്റ് ചെയ്യാണ്. ഇത് കുറഞ്ഞ രൂപത്തിലാണ് ചെയ്യണത്. ചിലപ്പോൾ കൂടുതൽ നമ്മൾ അളവ് നോക്കിയതിന് ശേഷം ചിലപ്പോൾ അളവ് കൂട്ടേണ്ടതായിട്ട് വരും. ഇങ്ങനെയാണ് നമ്മൾ ഓരോ മോഡലുകളും ഉണ്ടായിത്തീരുന്നത്. ഇനി ഇതിൻ്റെ സൈഡിൽ നമ്മളൊരു പൈപ്പിംഗ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മറിച്ചുകൂടെ കഴിഞ്ഞാൽ ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി. ആണ് നമ്മൾ ഫൈനലായിട്ട് ചെയ്ത രൂപം. ഇനി ഇത് മറിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതെന്ന് നമുക്ക് കാണാം. ഇതാണ് ഇപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഫ്ലാപ്പ് വന്നിരിക്കുന്നത്. നോക്കൂ, ഇങ്ങനെ വന്നതോടുകൂടി നമുക്ക് ഇത്ര എളുപ്പത്തിൽ ഇത് തുറക്കാൻ സാധിക്കും. എളുപ്പത്തിൽ മറിക്കാം. പിന്നെ നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വെക്കണമെങ്കിൽ പെട്ടെന്ന് വെക്കാവുന്നതാണ്. ഇതാണ് നമ്മളുടെ ഫൈനലായിട്ടുള്ള രൂപം, ബാഗിൻ്റെ ഫൈനലായിട്ടുള്ള രൂപം. ഇപ്പം നമ്മൾ ഏകദേശം ഉദ്ദേശിച്ച ഒരു രൂപത്തിലേക്ക് ഇത് വന്നിട്ടുണ്ട് ബാഗ്. ഇതാണ്. ഇതിൽ നമുക്ക് ഇഷ്ടംപോലെ സാധനം ഹോൾഡ് ചെയ്ത് വെക്കാം. നോക്കൂ, ഇങ്ങനെ രൂപമാണ്. മേൽഭാഗം നമുക്ക് ഇത്രയും ഓപ്പൺ ആയിട്ട് കിട്ടും. ഇത് നമ്മൾ സൈഡിൽ കൊടുത്ത പോക്കറ്റാണ്. ഇവിടെ ഒരു പോക്കറ്റ്, വലിയ പോക്കറ്റാണ്. ഇതും കുറച്ച് ഇച്ചിരി വലിയ പോക്കറ്റാണ്. ഇനി നമ്മൾ ഈ സിബ് അടച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കാണാം. നോക്കൂ, ഈ ബാഗ് കറക്റ്റായിട്ട് ഇതാണ് നമ്മുടെ ബാഗ്. ഇത് നമ്മൾ പോക്കറ്റ് നമ്മൾ ഇച്ചിരി ഇവിടെ എന്ത് ചെയ്തു, താഴ്ഭാഗത്ത് കൊടുത്തു. പക്ഷെ എന്നാലും വലിയ ഒരു പോക്കറ്റ് തന്നെയാണ്. ഇതിൻ്റെ ഷോൾഡർ ഇച്ചിരി കൂടെ താഴത്തേക്ക് വെച്ചു. ഇപ്പോൾ നമ്മുടെ ഈ ബാഗ് ഏകദേശം
നമുക്കൊരു പ്രൊഡക്ഷൻക്ക് വേണ്ട ഒരു സൈസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. ഏകദേശം ഇത് നമ്മുടെ ഒരു ബേസിക് മോഡലാണ്, ഈ ഒരു മോഡൽ. ഇനി ഇതിൽ നമ്മൾക്ക് ഇവിടെ വേണമെങ്കിൽ ഒരു ഹാൻഡിലിനുള്ള ഷോൾഡർ കൊടുക്കാനുള്ളത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതാണ് നമ്മുടെ രൂപം. അപ്പോൾ ഇത് കാണാം. ഇതിൻ്റെ മേൽവശം ഇങ്ങനെ സിബ് ഓപ്പൺ ചെയ്യാം, സിമ്പിളായിട്ട് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കഴിയും, ഇത്രയും ഫ്രീ ആയിട്ട് ഇതിൻ്റെ അകത്തളം ഇത്രയും നമുക്ക് കിട്ടും. എന്തെങ്കിലും സാധനങ്ങളൊക്കെ കറക്റ്റ് അടുക്കി വെച്ചതിന് ശേഷം ഇത് നമുക്ക് അടയ്ക്കാവുന്നതാണ്. കറക്റ്റായിട്ട് തന്നെ അടയ്ക്കും. ഇതാണ് നമ്മൾ ഇപ്പോൾ ചെയ്ത പ്രൊഡക്റ്റ്. ആ സമയം നമ്മൾ ആദ്യം ചെയ്ത പ്രൊഡക്റ്റ് ഇതാണ്. ഇതിൽ നമ്മൾ മാറ്റം വരുത്തിയിരിക്കുന്നത് നോക്കൂ. ഈ നടുവശത്തുള്ള സിബ് ഇങ്ങനെയാണ്, ഇത്രേ ഓപ്പൺ ആവുള്ളൂ. ആ സമയം നമ്മൾ ഈ ചെയ്തത് നമുക്ക് ഇത്രയും വൈഡായിട്ട് കിട്ടും. തമ്മിലുള്ള മാറ്റം നിങ്ങൾക്ക് തന്നെ കാണാവുന്നതാണ്. ഇത്രയും വൈഡായിട്ട് നമുക്കിത് കിട്ടും. പിന്നെ നമ്മൾ ഇതിൻ്റെ പോക്കറ്റ് ഇച്ചിരി കൂടെ താഴത്തേക്ക് കൊടുത്തു. പിന്നെ ഇതിൻ്റെ സൈഡിൽ നമ്മൾ പോക്കറ്റ് കൊടുത്തിട്ടില്ല. ആ സമയം നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റിന് നമ്മൾ സൈഡിൽ പോക്കറ്റ് കൊടുത്തു. അപ്പോൾ ഈ രൂപത്തിലാണ് നമ്മൾ ഫൈനലായിട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ വിവിധ കളറുകളിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ആവശ്യമുള്ള ആളുകൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇത് നമ്മൾ ചെയ്തിട്ടില്ല. ഇതിൻ്റെ പ്രൊഡക്ഷനിക്ക് വരുമ്പോൾ ഇത് ഇവിടെ ഒരു സിബ് ഉണ്ട്, ഒരു പോക്കറ്റ്, ഇത് ഹാൻഡിലാണ്. ഇത് നമ്മൾ ചെയ്ത ഇവിടെ വലിയൊരു പോക്കറ്റാണ്. ഇതിൻ്റെ ഫ്ലാപ്പാണ്. അപ്പോൾ ഇത് ഫ്ലാപ്പ് ഇതിൻ്റെ അകത്തളം ഇത്ര ഉണ്ടാവും. ഇത് അടച്ചു കഴിഞ്ഞാൽ ഇത്ര വലിയൊരു ഫ്ലാപ്പ് ഉള്ളതായിട്ട് അറിയില്ല. നല്ലൊരു ക്യൂട്ടാവും. ബാഗ് ഇതേ ഷേപ്പ് തന്നെ നിൽക്കും. ഇതാണ് നമ്മുടെ ബാഗിൻ്റെ ഫൈനൽ രൂപം. ഈ ബാഗ് നമ്മൾ പ്രൊഡക്ഷനിക്ക് വേണ്ട ഒരു സൈസ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ വേറെ മോഡലുകളൊക്കെ ചേഞ്ച് ചെയ്യും. ഇത് നമ്മളൊരു ബേസിക് മോഡലാണ്.